10 വർഷത്തെ ഭരണത്തിന് ശേഷം പ്രതിപക്ഷത്തേക്ക് സ്ഥാനം മാറുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുന്നണി നയിക്കുന്ന CPIMൻ്റെയും പ്രവർത്തകർക്ക് ഇനി പോലീസിൻ്റെ നടപടികൾക്ക് വിധേയരാവേണ്ട ഘട്ടം വന്നിരിക്കുന്നു. ഇതിൽ പലതും കഴിഞ്ഞ 10 വർഷക്കാലത്തെ അവരുടെ പ്രവൃത്തികളുടെ തിരിച്ചടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചവരെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ആക്രമിച്ച സംഭവം തൊട്ട് കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം വരെയുള്ള കാര്യങ്ങളിൽ പോലീസ് നടപടികൾ വീണ്ടും ആരംഭിക്കുകയാണ്. കണ്ണൂരിലെ ADM നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യ എന്ന കണക്കിലാണ് എഴുതപ്പെട്ടതെങ്കിലും അതിന് പിന്നിലുള്ള നിരവധി ദുരൂഹതകൾ അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ആക്ഷേപത്തിൻ്റെ പേരിൽ ഒരു ADM അന്നു തന്നെ വൈകിട്ട് ആത്മഹത്യ ചെയ്യുമോ എന്ന പ്രാഥമികമായ ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഉന്നയിച്ചതാണ്. അത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്ന സംശയം ഇപ്പോഴും പ്രബലമാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നിരവധി വട്ടം കോടതിയിലും പുറത്തും പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ റിട്ടയർ ചെയ്ത ഉടനെ CPIMൻ്റെ ചിഹ്നത്തിൽ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുകയും മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്ന പ്രത്യേകത കൂടി നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലുണ്ട്. എങ്ങനെയാണ് CPIM എന്ന പാർട്ടി അവരെ സേവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാരടക്കമുള്ളവർക്കും പാരിതോഷികങ്ങൾ നൽകുന്നത് എന്നതിന് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ തെളിവാണ്. അതുകൊണ്ട് കേസന്വേഷണം CPIMൻ്റെ ആഫീസിലെ തിരക്കഥയ്ക്കനുസരിച്ചാണ് നടന്നത് എന്നും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെയുള്ള ആളുകൾക്ക് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കുണ്ട് എന്നും ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. ഈ കേസിൽ കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കാണിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഉൾപ്പെടെ കേസുമായി പോയെങ്കിലും ഫലം പ്രതികൂലമായിരുന്നു. സുപ്രീം കോടതിയിലെ കേസിൽ ആവശ്യമായ ശ്രദ്ധ ആ കേസ് കേട്ട ജഡ്ജിമാർ നൽകിയില്ല എന്നും അതിലൊരു ജഡ്ജി CPIMുമായി അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്നയാളാണ് എന്നും അക്കാലത്ത് തന്നെ പരസ്യമായ രഹസ്യമാണ്. എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം അവസാനിച്ച് പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ആ ഗവൺമെൻറ്റിൻ്റെ തലവനായി VD സതീശനും ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയും അധികാരമേറ്റതിന് ശേഷം നവീൻ ബാബുവിൻ്റെ കേസിൽ പുതിയ ചില ആലോചനകൾ നടക്കുകയാണ്. ആ കേസ് CBI അന്വേഷിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. CBIയുടെ മുമ്പിൽ തീർച്ചയായിട്ടും നിരവധി കടമ്പകളുണ്ട്. കാരണം നിലവിലുള്ള കേസിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സണായിരുന്ന PP ദിവ്യ മാത്രമാണ് പ്രതി. ദിവ്യ നടത്തിയ പ്രസംഗമാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ തിരക്കഥ. പക്ഷേ ദിവ്യയെ ആ യോഗത്തിലേക്ക് യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണിച്ച ജില്ലാ കലക്ടർ ഉൾപ്പെടെ ദിവ്യയെ അവിടേക്ക് പ്രസംഗിക്കാൻ അയച്ച പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ദിവ്യയ്ക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കിയ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള മഹിളാ അസോസിയേഷൻ നേതാക്കളടക്കം ഈ കേസിൽ ഇനി ഒരുപക്ഷെ CBIയുടെ നിരീക്ഷണത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ പ്രധാനം നവീൻ ബാബു പലപ്പോഴും തൻ്റെ കുടുംബാംഗങ്ങളുമായി പങ്കുവച്ചിരുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഭരണകക്ഷിയുടെ സമ്മർദ്ദം വലിയ തോതിലുണ്ട് എന്നും അവിടെയുള്ള നിരവധി പ്രശ്നങ്ങളിൽ ADMനെ കുരുക്കിലാക്കാനുള്ള നീക്കങ്ങളുണ്ട് എന്നും ഉള്ള കാര്യങ്ങൾ
പങ്കുവച്ചിരുന്നുവെന്ന് സൂചനകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെ നടന്ന ചില ഭൂമി ഇടപാടുകളാണ്. TTK ദേവസ്വത്തിൻ്റെ ഭൂമി കയ്യേറിപ്പോയ സംഭവം, പാലക്കയം ടൂറിസ്റ്റ് വികസനവുമായി ബന്ധപ്പെട്ട പാലക്കയം തട്ടിലെ ടൂറിസ്റ്റ് വികസനവുമായി ബന്ധപ്പെട്ട രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കാളിത്തമുള്ള ടൂറിസ്റ്റ് പദ്ധതികളുടെ നടത്തിപ്പ്, അനധികൃതമായ ചെങ്കൽ ഖനനം, കരിങ്കൽ ക്വാറികളുടെ നടത്തിപ്പ്, ഏറ്റവും ഒടുവിൽ പ്രശാന്തൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച പെട്രോൾ പമ്പിൻ്റെ ലൈസൻസ് കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഭരണകക്ഷിയിൽ നിന്ന് വലിയ സമ്മർദ്ദങ്ങൾ തനിക്കുണ്ടായി എന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളോട് സൂചിപ്പിച്ചതായി വാർത്തകളുണ്ട്. അതുകൊണ്ട് വലിയ ഒരു ഭൂമാഫിയയുടെ, അതിൻ്റെ ഇടത്തട്ടുകാരുടെ, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് നവീൻ ബാബുവിനെ കുരുക്കിലാക്കാനുള്ള നീക്കം കണ്ണൂരിൽ ഉണ്ടായതെന്നത് വ്യക്തമാണ്. അതൊരു ആത്മഹത്യയായി എഴുതിത്തള്ളാവുന്ന കേസല്ല എന്നത് CBIയുടെ മുമ്പിൽ തീർച്ചയായിട്ടും തെളിവുകളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. CBI ആ നിലയിൽ അന്വേഷണത്തിന് ഇറങ്ങിയാൽ MV ഗോവിന്ദൻ്റെ തട്ടകം, MV ഗോവിന്ദൻ്റെ സഹായികൾ ഒക്കെ CBIയുടെ സ്കാനറിൽ കുടുങ്ങുവാനാണ് സാധ്യത. തീർച്ചയായും കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണം. അക്കാര്യത്തിൽ സത്യസന്ധമായി, നീതിപൂർവമായി അന്വേഷണം നടത്തി മലയാളികളോട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറയേണ്ട ബാധ്യത ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് CBIക്കുണ്ട്. CBI ആ ദൗത്യം നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കാനാണ് നമ്മളെപ്പോലുള്ളവർക്ക് താല്പര്യം.